ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് ചിരവൈരികളായിട്ടുള്ള ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഒരു കിടിലൻ പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിലൊരു ഗംഭീര മത്സരം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നതും. അതെ, വേൾഡ് കപ്പിൽ ചിരവൈരികളായിട്ടുള്ള പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് കിടിലൻ വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. ന്യൂയോർക്കിൽ നടന്ന മത്സരത്തിൽ 6 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. യെസ്, ഇന്ത്യ ഡിഫൻഡഡ് 119 റൺസ് അഗൈൻസ്റ്റ് പാകിസ്ഥാൻ. ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് അടിച്ചെടുത്ത വെറും 119 റൺസ് എന്നുള്ള ആ ഒരു വിജയ ലക്ഷ്യം മാത്രമായിരുന്നു പാകിസ്ഥാൻ മറുപടി ബാറ്റിംഗിൽ നൽകേണ്ടിയിരുന്നത്. പക്ഷേ അത് നൽകാൻ സമ്മതിച്ചില്ല ഇന്ത്യയുടെ ബൗളർമാർ. കൈയടിക്കണം ജസ്പ്രീത് ബുംറ അടക്കമുള്ള ഇന്ത്യൻ ബൗളർമാർക്ക്. ഹിസ്റ്റോറിക്കൽ കംബാക്ക് ബൈ രോഹിത് ശർമ്മ ആൻഡ് ഹിസ് ബോയ്സ് എന്ന് തന്നെ വേണം പറയാൻ. നമുക്കറിയാം, ഇന്ത്യ മുന്നിൽ വെച്ച് 120 റൺസ് എന്ന വിജയ ലക്ഷ്യം പിന്തുടർന്നെത്തിയ പാകിസ്ഥാൻ ബാറ്റർമാർ ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ പതറുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അവർക്ക് 20 ഓവറിൽ വെറും 113 റൺസിലേക്ക് എത്താൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ ഗംഭീര ബൗളിംഗ് പ്രകടനം തന്നെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ കണ്ടതാണ് ഈ ഒരു മത്സരശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അതുപോലെ മുഹമ്മദ് സിറാജൊക്കെ ആദ്യം പോയിട്ട് കെട്ടിപ്പിടിക്കുന്നതും ബുംറയെ തന്നെയാണ്. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് എവർ ഇൻ ഇന്ത്യൻ ബൗളിംഗ് ഹിസ്റ്ററി എന്ന് തന്നെ വേണം ബുംറയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ. അത്തരത്തിലുള്ള പ്രകടനമല്ലേ ജസ്പ്രീത് ബുംറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ടോസ് ലഭിച്ചുകൊണ്ട് ആദ്യം പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് ആദ്യം തന്നെ നഷ്ടമാവുന്നത്. കോഹ്ലി ഒരു അനാവശ്യ ഷോട്ട് കളിച്ചുകൊണ്ടാണ് പുറത്തായതും. 3 പന്തിൽ 4 റൺസ് എടുത്ത് വിരാട് കോഹ്ലിയെ നസീം ഷായാണ് മടക്കുന്നത്. പിന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റും നഷ്ടമാവുന്നു. 12 പന്തിൽ ഒരു 4-ന്റെയും ഒരു 6-ന്റെയും സഹായത്തോടുകൂടെ 13 റൺസ് എടുത്ത് നിൽക്കുന്ന രോഹിത് ശർമ്മയെ ഷഹീൻ അഫ്രീദിയാണ് മടക്കുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആക്സിലേറ്റർ ചെയ്തുകൊണ്ട് കളിക്കുന്ന ഋഷഭ് പന്തിനെയാണ്. അതെ, കൃത്യമായി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കുന്ന പന്തിനെ ഗംഭീര പ്രകടനം തന്നെ. അതെ, 31 പന്തിൽ അദ്ദേഹം അടിച്ചെടുത്തു 42 റൺസ്. 6 ഫോറുകളാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നത്. പിന്നീട് ഋഷഭ് പന്തും അക്ഷർ പട്ടേലൊക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഇന്ത്യയെ അത്യാവശ്യം മികച്ചൊരു സ്കോറിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചീറ്റ് കൊട്ടാരം പോലെ തകരുന്ന ഇന്ത്യയാണ് നമ്മൾ കാണുന്നത്. ആദ്യ 11 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 89 റൺസ് അടിച്ചെടുത്ത ഇന്ത്യ അവസാനത്തെ 8 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ആകെപ്പാട് അടിച്ചെടുത്തത് വെറും 30 റൺസ് മാത്രമായിരുന്നു. അങ്ങനെ ഇന്ത്യ 119 റൺസിൽ ഓവർ പോലും പൂർത്തിയാക്കാൻ സാധിക്കാതെ ഓൾ ഔട്ട് ആയി പോകുന്ന കാഴ്ച. പാകിസ്ഥാൻ എളുപ്പത്തിൽ വിജയിക്കും എന്നൊക്കെ തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ടീം ഇന്ത്യയുടെ ബോളർമാരുടെ ശക്തിയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതെ, തുടക്കത്തിൽ 13 റൺസ് എടുത്ത ബാബർ അസമിനെ പാകിസ്ഥാന് നഷ്ടമാവുന്നു. പക്ഷെങ്കിൽ കൂടി മുഹമ്മദ് റിസ്വാൻ കൃത്യമായിട്ട് തന്നെ, അതായത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പാകിസ്ഥാനെ തകരാതെ അദ്ദേഹം കാക്കുന്ന ഒരു കാഴ്ചയും. മെല്ലെ സ്കോർ ചെയ്ത പാകിസ്ഥാൻ 13 റൺസ് വീതം എടുത്തു നിൽക്കെ ഉസ്മാൻ ഖാനെയും ഫക്കർ സമാനെയും ചേസിംഗിനിടയിൽ നഷ്ടമായത് അവർക്ക് വലിയ തോതിൽ തന്നെ തിരിച്ചടിയായി മാറി. അവസാന 6 ഓവറിൽ 40 റൺസായിരുന്നു പാകിസ്ഥാൻ വിജയിക്കാൻ വേണ്ടിയിരുന്നത്. കളിയുടെ 15ാമത്തെ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ജസ്പ്രീത് ബുംറ റിസ്വാനെ പുറത്താക്കുന്നു. ഇത് പാകിസ്ഥാനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യവും. 44 പന്തുകളിൽ 31 റൺസായിരുന്നു റിസ്വാന്റെ സംഭാവന. ബുംറ ആ ഒരു ഓവറിൽ വിട്ടു നൽകിയത് എത്ര റൺസാണെന്ന് അറിയോ? വെറും 3 റൺസ്. പാകിസ്ഥാൻ പിന്നീട് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 5 ഓവറിൽ 37 റൺസാണ്. അടുത്ത ഓവറിൽ അക്സർ പട്ടേൽ വിട്ടു നൽകിയത് വെറും 2 റൺസ് മാത്രം. അടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യ ശതബ് ഖാനെ പുറത്താക്കുന്നു. 5 റൺസായിരുന്നു ആ ഒരു ഓവറിൽ പിറന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് മുഹമ്മദ് സിറാജ് എറിഞ്ഞ 18ാമത്തെ ഓവറിൽ 9 റൺസ് പിറന്നു. 2 ഓവറിൽ പിന്നീട് വിജയിക്കാൻ വേണ്ടിയിരുന്നത് 21 റൺസായിരുന്നു പാകിസ്ഥാന്. അതെ, കളി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലറിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബുംറയാണ് 19ാമത്തെ ഓവർ എറിയാനെത്തിയത്. 3 റൺസ് മാത്രം വിട്ടുകൊടുത്ത ജസ്പ്രീത് ബുംറ ഇഫ്തിഖാറിന്റെ വിക്കറ്റും എടുക്കുന്നു. അവസാനത്തെ ഓവർ അർഷ്ദീപാണ് എറിയാൻ വരുന്നത്. ആദ്യ പന്തിൽ അർഷ്ദീപ് ഇമാദിനെ പുറത്താക്കുന്നു. 2ാമത്തെയും 3ാമത്തെയും പന്തിൽ സിംഗിൾ മാത്രം കണ്ടെത്താനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ. 4ാം പന്തിൽ നസീം ഷാ ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു. അവസാന 2 പന്തിൽ 12 റൺസായിരുന്നു പാകിസ്ഥാന് വിജയിക്കാൻ വേണ്ടിയിരുന്നത്. 5ാമത്തെ പന്തിൽ 4 അടിച്ചതോടെ ഒരു പന്തിൽ 8 റൺസ് വേണമെന്ന നിലയിലായി പാകിസ്ഥാൻ. അവസാന പന്തിൽ ഒരു സിംഗിൾ മാത്രം കണ്ടെത്താനേ പാകിന് കഴിഞ്ഞുള്ളൂ. അതോടുകൂടെ ഇന്ത്യക്ക് 2ാമത്തെ വിജയം ഉറപ്പിക്കാനും സാധിച്ചു. അതെ, കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനോടുകൂടെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവിൽ ടീം ഇന്ത്യയുടെ 2ാമത്തെ കളിയും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ലോ സ്കോർ മാത്രം അടിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ബൗളിംഗ് പ്ലാനുകളിലൂടെ ടീം ഇന്ത്യ ഗംഭീരമായിട്ടുള്ള വിജയത്തോടു കൂടെ പാകിസ്ഥാനെ തന്നെ തോൽപ്പിച്ചിരിക്കുന്നു. ചിരവൈരികളെ തോൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.